ഇന്ന് സ്റ്റോറേജ് ഓർഗനൈസേഷനാണ് അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റൺ ടൈം മെമ്മറി എങ്ങനെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് അല്ലെങ്കിൽ ഏരിയാസാണ് റൺ ടൈം മെമ്മറിയുടെ ഉള്ളിലുള്ളത്. സോ അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്തു റൺ ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നു. റൺ ടൈം സ്റ്റോറേജ് നമ്മൾ ഈ 3 കമ്പോണൻസ് ആയിരിക്കും അതിൽ മെയിനായിട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. സോ റൺ ടൈം സ്റ്റോറേജ് മൈറ്റ് ബി സബ് ഡിവൈഡഡ് ടു ഹോൾഡ് generated target code, data objects and a counterpart of the control stack to keep track of the activations. അപ്പോൾ ഈ റൺ ടൈം സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ടാർഗറ്റ് കോഡ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ഡേറ്റ ഒബ്ജക്ട്സിന് വേണ്ടിയുള്ള സ്റ്റോറേജ് ഉണ്ടാവും, പിന്നെ അതുകൂടാണ് നമ്മൾ ഏതെല്ലാം ആക്ടിവേഷൻസ് കറൻറ്റ്ലി ലൈവ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റാക്കിനുള്ള പോർഷൻ കൂടി റൺ ടൈം സ്റ്റോറേജിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ റൺ ടൈം മെമ്മറീനെ സബ് ഡിവൈഡ് ചെയ്യുക. കോഡ് പോർഷൻ, സ്റ്റാറ്റിക് ഡേറ്റ പോർഷൻ, പിന്നെ ഒരു സ്റ്റാക്ക്, പിന്നെ ഹീപ്പ് പോർഷൻ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് കോഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പൈൽ ടൈമിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റിക്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചില ഡേറ്റ ഒബ്ജക്ട്സിൻ്റെ കാര്യം നമുക്ക് എന്തുമാത്രം മെമ്മറി റിക്വയർമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് കമ്പൈൽ ടൈമിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റാറ്റിക്കിൽ ഡിറ്റർമിൻ ഏരിയയിൽ പ്ലേസ് ചെയ്യാം. അതാണ് സ്റ്റാറ്റിക് ഡേറ്റ പോർഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാറ്റിക്കലി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ഓഫ് ദീസ് ഒബ്ജക്ട്സ് ക്യാൻ ബി കമ്പൈൽഡ് ഇൻ ടു ടാർഗറ്റ് കോഡ്. അപ്പോൾ സ്റ്റാറ്റിക്കലി നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ടാർഗറ്റ് കോഡിലേക്ക് ഇതിനെ കൂടി ആ അഡ്രസ്സുകളെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പിന്നെ കോൾ അക്വേഴ്സ് എക്സിക്യൂഷൻ ഓഫ് ആക്ടിവേഷൻ ഇസ് ഇൻറ്ററപ്റ്റഡ്. അപ്പോൾ കറൻറ്റ്ലി ഒരു ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊസീജിയർ കോൾ ഉണ്ടാവുകയാണെങ്കിൽ ആക്ടിവേഷൻ ഇൻറ്ററപ്റ്റഡ് ആകും. ഇനി ആ കറസ്പോണ്ടിങ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഇൻഫർമേഷൻ അബൌട്ട് ദി സ്റ്റാറ്റസ് ഓഫ് ദി മെഷീൻ, അതുപോലെ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ, അതുപോലെ മെഷീൻ രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂ, ഇതെല്ലാം നമ്മൾ സ്റ്റാക്കിൽ സേവ് ചെയ്യുന്നു. ഇനി കൺട്രോൾ തിരിച്ച് റിട്ടേൺ ചെയ്ത് വരുമ്പോഴോ ഈ ആക്ടിവേഷൻ നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്ത് പോയാൽ അങ്ങോട്ടേക്ക് നമുക്ക് തിരിച്ച് അവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ച മെഷീൻ രജിസ്റ്റർ വാല്യൂസിൽ പ്രോഗ്രാം കൗണ്ടർ വാല്യൂസ് എല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്യണം. സോ റീസ്റ്റോർ ദ വാല്യൂ ഓഫ് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് കറസ്പോണ്ടിങ് മെഷീൻ രജിസ്റ്റേഴ്സ്. ആൻഡ് പ്രോഗ്രാം കൗണ്ടറിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഈ നെക്സ്റ്റ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് അതിന് പ്രോഗ്രാം കൗണ്ടറിനെ പോയിന്റ് ചെയ്യിക്കുക. അപ്പോൾ ഒരു എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു ആക്ടിവേഷൻ വരുന്നു. അപ്പോൾ നമ്മളവിടെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന രജിസ്റ്റർ വാല്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ വാല്യൂസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യാനായിരിക്കും ഈ സ്റ്റാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് അനദർ ഏരിയ എന്ന് പറയുന്നത് ഹീപ്പ്, ദാറ്റ് ഈസ് എ സെപ്പറേറ്റ് ഏരിയ ഫ്രണ്ട് ടൈം മെമ്മറി. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആക്ടിവേഷൻ ട്രീ ഉപയോഗിച്ച് നമ്മുടെ ആക്ടിവേഷൻ ലൈഫ് ടൈം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ നോർമലി ഹീപ്പ് ഉപയോഗിച്ച് ആക്ടിവേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഡേറ്റ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ ഡീഅലോക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സ്റ്റാക്ക് ഉപയോഗിച്ച് തന്നെ പറ്റും. പക്ഷേ നമ്മൾ സ്റ്റാക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇറ്റ് മേക്സ് ഇറ്റ് ചീപ്പർ ടു പ്ലേസ് ഡേറ്റ ഓൺ ദ സ്റ്റാക്ക് ദാൻ ഓൺ ദ ഹിപ്പ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ സ്റ്റാക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡേറ്റ അലോക്കേഷനും ഡീഅലോക്കേഷനും കുറച്ചുകൂടി ചീപ്പറാണ് കമ്പയർഡ് ടു ദാൻ ദാറ്റ് ഓഫ് ഹിപ്പ്. ഇനി സ്റ്റാക്കും ഹീപ്പും നമുക്കറിയാം എപ്പോഴും ഗ്രോ ചെയ്യുന്നവരാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ഷോ ദിസ് അറ്റ് ദ ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് ദി മെമ്മറി where they can grow towards each other as needed. അപ്പോൾ സ്റ്റാക്കിന് താഴേക്കും ഗ്രോ ചെയ്യാൻ പറ്റും, ഹീപ്പിന് മുകളിലേക്കും ഗ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻസ് ഉള്ള രീതിയിൽ രണ്ടുപേർക്കും ഗ്രോ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള രീതിയിൽ വേണം നമ്മളതിനെ മെമ്മറിയിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട്. സോ ബൈ കൺവെൻഷൻ സ്റ്റാക്ക് ഗ്രോസ് ഡൗൺ, ദാറ്റ് ഈസ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് ഡ്രോൺ ടുവേർഡ്സ് ദ ബോട്ടം ഓഫ് ദ പേജ്. അപ്പോൾ നമ്മുടെ സ്റ്റാക്ക് ഗ്രോസ് ഡൗൺ എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് നമ്മൾ താഴേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ. Since memory addresses increases as we go down the page, downwards growing means higher addresses, moving towards higher addresses. അപ്പോൾ സ്റ്റാക്ക് താഴേക്ക് ഗ്രോ ചെയ്യുന്നു, താഴേക്ക് പോകുന്ന വെച്ചാൽ ഹയർ അഡ്രസ്സുകളിലേക്ക് നമ്മൾ പ്രോസസ്സിങ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് മീനിങ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആക്ടിവേഷൻ റെക്കോർഡ്സ്. അപ്പോൾ നമ്മളുടെ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു സിംഗിൾ എക്സിക്യൂഷന് ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം അതിനെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് പോർഷനാണ് ഈ ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത്. So the information needed by a single execution of a procedure. അപ്പോൾ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു സിംഗിൾ എക്സിക്യൂഷന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് ആണ് ഈ ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഇറ്റ്സ് മാനേജ്ഡ് യൂസിങ് എ കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് കോൾഡ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ് ഓർ ഫ്രെയിം കൺസിസ്റ്റിംഗ് ഓഫ് എ കളക്ഷൻ ഓഫ് ഫീൽഡ്സ്. ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ഒരു പ്രൊസീജിയർ നമ്മൾ ആക്ടിവേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആകുമ്പോൾ കറൻറ്റ്ലി ലൈവ് ആകുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ റൺ ടൈം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. എന്നിട്ട് പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്ത് ഇനി പ്രൊസീജിയർ എക്സിറ്റ് ആകുമ്പോൾ റിട്ടേൺ ചെയ്ത് കഴിയുമ്പോഴോ ആ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡിന് നമ്മൾ ആ സ്റ്റാക്കിൽ പോപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ.
നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ ഫോർമാറ്റ്സ് ആണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. ഒരു ജനറൽ ആക്ടിവേഷൻ റെക്കോർഡ്സിൽ ഏതെല്ലാം ഫീൽഡ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ 1 2 3 4 5 6 7 ഈ 7 ഫീൽഡ്സ് ആണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡിൽ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ആക്ടിവേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. സോ ഫസ്റ്റ് വൺ ഈസ് ഫ്രം ഡൗൺ ടെമ്പററി വാല്യൂസ്. ടെമ്പററി വാല്യൂ നമുക്കറിയാം, എക്സ്പ്രഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂസ് ടെമ്പററീസിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ ടെമ്പററി വാല്യൂസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടം പോർഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ടെമ്പററീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിലെ വാല്യൂസ് കീപ്പ് ചെയ്യാൻ വേണ്ടി. ഇനി അപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് വെച്ചാൽ കുറേ ഫീൽഡ്സ് ഉണ്ട്, അതിൽ ഓരോ ഫീൽഡ് ഓരോന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടെമ്പററി വാല്യൂസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. ദെൻ നെക്സ്റ്റ് ദാറ്റ് ലോക്കൽ ഡേറ്റ പോർഷൻ. അപ്പോൾ ലോക്കൽ ഡേറ്റ ഫീൽഡ് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് ഡേറ്റ പ്രൊസീജിയർ എക്സിക്യൂഷന് ഇടയ്ക്ക് നമ്മൾ ലോക്കലായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ഡേറ്റ ഏതൊക്കെയാണോ അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ലോക്കൽ ഡേറ്റ പോർഷൻ. ഇനി നെക്സ്റ്റ് മോളിൽ കാണുന്ന സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്. നമുക്കറിയാം പ്രൊസീജിയർ കോൾസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള മെഷീൻ സ്റ്റാറ്റസ് സേവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ കറണ്ട് മെഷീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കറിയാം പ്രോഗ്രാം കൗണ്ടർ, മെഷീൻ രജിസ്റ്റേഴ്സ്, ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മൾ സേവ് ചെയ്ത് വരാം. അപ്പോൾ കറൻ്റ്ലി ഉള്ള വാല്യൂസ്. അപ്പോൾ ആ സേവ് ചെയ്ത വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡാണ് സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്. സോ ദ ഫീൽഡ് ഫോർ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് ഹോൾഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദി മെഷീൻ ജസ്റ്റ് ബിഫോർ ദ പ്രൊസീജിയർ ഇസ് കോൾഡ്. അപ്പോൾ പ്രൊസീജിയർ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്താണോ അപ്പോൾ ഇപ്പോൾ പി എസ് സിയിലെയും മെഷീൻ രജിസ്റ്റേഴ്സിലെയും വാല്യൂസ് അത് ഹോൾഡ് ചെയ്യാനാണ് ഈ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ആൻ ഓപ്ഷണൽ ആക്സസ് ലിങ്ക്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ നോൺ ലോക്കൽ ഡേറ്റയെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോക്കൽ ഡേറ്റയ്ക്ക് നമ്മൾ നേരത്തെ ഒരു സ്പെസിഫിക് പോർഷൻ പറഞ്ഞു. ഇനി നോൺ ലോക്കൽ ഡേറ്റ നമ്മൾ പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വേറെ ആക്ടിവേഷൻ റെക്കോർഡ്സിലുള്ള ഡേറ്റ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷണൽ ആക്സസ് ലിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഫിഫ്ത്ത് വൺ ഈസ് ഓപ്ഷണൽ കൺട്രോൾ ലിങ്ക്. അപ്പോൾ പ്രൊസീജിയർ കോളിങ്ങിൻ്റെ സിറ്റുവേഷനിൽ കോളർ ഉണ്ട്, കോളി ഉണ്ട്. അപ്പോൾ കോളറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഓപ്ഷണൽ കൺട്രോൾ ലിങ്ക്. അപ്പോൾ ഓപ്ഷണൽ ആക്സസ് ലിങ്ക് നമ്മൾ പറഞ്ഞത് നോൺ ലോക്കൽ ഡേറ്റ, വേറെ ആക്ടിവേഷൻ റെക്കോർഡ്സിലുള്ള നോൺ ലോക്കൽ ഡേറ്റയിലേക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്സസ് ലിങ്ക്. കൺട്രോൾ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോളറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ ഈസ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മളുടെ കോളിംഗ് പ്രൊസീജിയറിന് പാരാമീറ്റേഴ്സ് കോൾ പ്രൊസീജിയറിലേക്ക് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. സാധാരണ ഈ വാല്യൂസ് നമ്മൾ പാസ്റ്റ് ഇൻ മെഷീൻ രജിസ്റ്റേഴ്സ് ഫോർ എഫിഷ്യൻസി. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോളിംഗ് പ്രൊസീജിയറിന് പാരാമീറ്റേഴ്സിന് കോൾഡ് പ്രൊസീജിയേഴ്സിൽ കൊടുക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫീൽഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ നമുക്കറിയാം പ്രൊസീജിയർ നമ്മൾ കോൾ ചെയ്ത് പ്രൊസീജിയറിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫീൽഡാണ് ലാസ്റ്റ് ഫീൽഡ്, ദാറ്റ് ഈസ് റിട്ടേൺ വാല്യൂ. അപ്പോൾ ഈ വാല്യൂയും റിട്ടേൺ വാല്യൂയും ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി രജിസ്റ്റേഴ്സ് ആണ് യൂഷ്വലി ഉപയോഗിക്കുക ഫോർ ഗ്രേറ്റർ എഫിഷ്യൻസി. സൈസ് ഇനി ഈ ഫീൽഡുകളുടെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊസീജിയർ കോൾ ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ദിസ് ഈസ് നമ്മൾ സ്റ്റോറേജ് ഓർഗനൈസേഷൻ നടത്തുന്നത്. മെമ്മറി എങ്ങനെയുള്ള ഏതെല്ലാം പോർഷൻസ് ഉണ്ടാവും, ഏതെല്ലാം രീതിയിലാണ് സബ്ഡിവൈഡ് ചെയ്യുക, ഓരോ പോർഷനും എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഓഫ് storage organization. Thank you.